റിപ്പബ്ലിക് ദിനമായ ഇന്നും പതിനായിരക്കണക്കിന് ആളുകൾ നാസിക്കിൽ നിന്നും മുംബൈയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും ദരിദ്രരും ചൂഷിതരുമായ ആദിവാസികളും കർഷകരും സമരത്തിന്റെ നടുവിലും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് സമകാലിക ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും ഹൃദയസ്പർശിയായ കാഴ്ചയായിരുന്നു. കർഷകരും കർഷക തൊഴിലാളികളുമടക്കം പതിനായിരങ്ങൾ ദേശീയഗാനം ആലപിച്ച് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഭരണഘടനാ നിർമ്മാണത്തിൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ സംഭാവനകളെ അനുസ്മരിക്കുകയും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും പിൽക്കാലത്തെ തൊഴിലാളി വർഗ പോരാട്ടങ്ങളിലെ രക്തസാക്ഷികൾക്കും ആദരാഞ്ജലികളും സമരഭടന്മാർ അർപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്ത്രീകളടക്കം വൻ ജനാവലി മുംബൈ ലക്ഷ്യമാക്കി മാർച്ച് ചെയ്തു തുടങ്ങി. CPIM പൊളിറ്റ് ബ്യൂറോ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ പ്രസിഡന്റുമായ അശോക് ധാവളയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. ആദിവാസി സമൂഹത്തിന്റെ കാതലായ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി 2006 സർക്കാർ ഒരു നിയമം പാസാക്കിയിരുന്നുവെന്നും കടലാസിൽ നിലവിലുള്ളത് നടപ്പിലാക്കാൻ അധികാരികളോട് ആവശ്യപ്പെടുക എന്നതാണ് മാർച്ച് ലക്ഷ്യമിടുന്നതെന്നും മുൻ MLA JP ഗാവിത് പറഞ്ഞു. ഞങ്ങൾ മന്ത്രാലയത്തിലേക്ക് കാൽനടയായി പോകും. എന്നിട്ടും സംസ്ഥാന സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുന്നതുവരെ മന്ത്രാലയം ഉപരോധിക്കും എന്നും സമരത്തിന്റെ ലക്ഷ്യത്തെപ്പറ്റി ഗാവിത് പറഞ്ഞു.